ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഇന്നത്തെ വീഡിയോ പറമ്പൊക്കെ കാണിക്കുന്നതെന്ന് കേട്ടോ. ഇതട്ടോ ഈ ചോപ്പെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാവരും അധികം തൊടിയിലുണ്ടാകുന്ന സംഭവമാണ് കേട്ടോ. ഇതാണ് കാട്ടുചീര കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അസൽ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കഴിക്കാൻ പറ്റുമോ, അയ്യോ ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ, വല്ല അസുഖങ്ങളും വരുമെന്ന്. ഒരു ടെൻഷനും വേണ്ട ഗൈസ്, ഇത് നമ്മുടെ ഹെൽത്തിയാണ്. നിങ്ങൾ ഫോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിനെപ്പറ്റി ഗുണങ്ങൾ പലതും പറയുന്നുണ്ട്. ബ്ലഡ് ഉണ്ടാകാനും കണ്ണുകാഴ്ചയ്ക്കും ഒക്കെ ബെസ്റ്റാണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഒരു വളം ഇട്ട് കൊടുക്കാതെ സംഭവം തന്നെ ഉണ്ടായി വന്നതല്ലേ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു കറിയാട്ടോ, തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ്. നമ്മൾ നാടൻ ചീര വെച്ചിട്ടും മുരിങ്ങ വലിച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ, അപ്പോൾ നമുക്ക് അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് വേറെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് ചീര ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മൂപ്പില്ലാത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട്. കഴുകുന്ന കാരണം മഴയൊക്കെ പെയ്ത് അധികം പൊടിയും ചളിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും റോഡ് സൈഡ് ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒന്നും കൂടിയൊക്കെ മണ്ണൊക്കെ ഉണ്ടല്ലോ, അപ്പം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഇല മാത്രം കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ തണ്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഇല മാത്രമായിട്ടാണ് ഞാൻ ഇതൊക്കെ മതി കേട്ടോ. കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനിയും ഉണ്ട് അവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ചാണ് എടുത്തിക്കണേ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെറുതായി കട്ട് ചെയ്യാണ്. അപ്പോൾ വെറും ഇല വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിത് എത്ര ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം കേട്ടോ. നല്ല സിമ്പിളാണേനും ടേസ്റ്റാണ്. നമുക്കിത് വെറുതെ താളിച്ചിട്ടും വെക്കാം കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചും കൂടി തേങ്ങയൊക്കെ അരച്ചിട്ടാട്ടോ വെക്കുന്നത്. കുട്ടികൾക്ക് ഒന്നുകൂടി തേങ്ങ അരച്ചിട്ട് വെക്കുമ്പോഴാണ്, മുരിങ്ങക്കറിയൊക്കെ ആകുമ്പോഴും അവർക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ഒന്നും കൂടി അങ്ങനെ ആക്കി വെച്ചാൽ കഴിക്കുന്ന വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നേ. പിന്നെ നമുക്കിത് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ, അല്ല ബെസ്റ്റാണ് ഇതാട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ആയാലും വലിയ ഉള്ളി ആയാലും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നല്ലൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതാട്ടോ കറക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്കൊരു ചട്ടി വെക്കാം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ അരച്ച് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണക്ക് മാറുന്നവരെ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ കറിയും ഉണ്ടാക്കാം കേട്ടോ ഗൈസ്. അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ ഫിഷായാലും ബീഫായാലും ഒക്കെ കഴിക്കുന്നൊക്കെ ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ച് വേണ്ടേ. ചേഞ്ചൊക്കെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇനി ഇതാട്ടോ അതിൻ്റെ പച്ചപ്പൊക്കെ ഒരു പച്ചമണക്കം മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ചീര ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട് തോന്നും, പക്ഷേ ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ആയിട്ട് മാറും കേട്ടോ. അപ്പം നമുക്ക് തോരനൊക്കെ വെക്കുമ്പോൾ കുറേ ഇല ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഇളക്കുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ ചുരുങ്ങി കുറച്ചായിട്ട് വരുമല്ലോ. അതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കറിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വേണ്ട, 5-6 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് സ്കൂളിലോട്ടൊക്കെ ഒരുപാട് കൊണ്ടുപോയതാട്ടോ. ലഞ്ച് ബോക്സിലാക്കിയിട്ട് ഞാൻ നല്ല തോരനൊക്കെ വെച്ചിട്ട് ഞാൻ 1-2 വട്ടമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ചോറിലൊക്കെ നല്ല പിങ്ക് കളറായിട്ട്. വേവിച്ച് വെക്കുമ്പോഴേക്കും നമുക്കൊരു സംഭവം കൂടി ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ചിരകിയത് എടുക്കാം. അതിലോട്ട് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ചീരയിലോട്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. അപ്പം ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇതൊക്കെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം.
അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ഇതാ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചീര ഒന്ന് തുറന്ന് നോക്കട്ടെ, എന്തായിക്കണം നോക്കാലോ. ഇതാട്ടോ. അപ്പം അസലായിട്ട് ഇതാ ചീരയൊക്കെ വെന്തിട്ടുണ്ട്. ചീരയൊക്കെ പിന്നെ ഇലയല്ലേ, നമുക്ക് വേവാനൊന്നും അത്ര ടൈമൊന്നും വേണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഇതാ ചീരയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വേവിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമുക്ക് ആ ചൂടിൽ കിടക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുമേ. ഇനി നമ്മുടെ തേങ്ങ അരച്ചതില്ല, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കണ്ടോ, കറിയൊക്കെ നല്ല പിങ്ക് കളറായിട്ട് കാണാൻ തന്നെ നല്ല രസമാണല്ലോ. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകുള്ളൂ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇതാ തിളക്കുന്നുണ്ട് കേട്ടോ. ഇനി തീ ഓഫാക്കി വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല ചൂടിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം തന്നെ നല്ല കട്ടിയുള്ളൊരു കറിയാണ് കേട്ടോ. കണ്ടോ? അപ്പം നമുക്കിതൊന്നും ഒന്നും കളയാനില്ല കേട്ടോ. നമുക്ക് ഇലയും കറി എല്ലാം ഒന്നും പിന്നെ അതുപോലെ ഒരു കൂട്ടാനൊന്നും വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു അച്ചാർ കിട്ടിയാൽ മതി. അപ്പം നമുക്കിങ്ങനെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ ഇവിടെ ഇതിന് കാട്ടുചീര എന്നാട്ടോ പറയുക. അതുപോലെ ആഫ്രിക്കൻ ചീര, അരുണോദയം ചീര, പിന്നെ കമ്മൽ ചെടി, ചോരച്ചീര, അങ്ങനെ പല പേരുകളായിട്ട് അറിയപ്പെടുന്നതാണ് കേട്ടോ ഈ ചീര. പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും. പേരൊക്കെ പലതും ആയിക്കോട്ടെ അല്ലേ, പക്ഷേ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അതാട്ടെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് ചോറൊക്കെ എടുത്ത് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് മോന് ഇങ്ങനെ കാണിച്ചിട്ടാ. മോന് പിന്നെ എന്തും ഇഷ്ടപ്പെട്ട കൈകൊണ്ട് ഗുഡ് കാണിക്കും. അതുപോലെ മോൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.